ഈ കാളി സത്യവതി എന്തായി കടത്താൻ തുടങ്ങി. അതെ, സുന്ദരിയാ കിടത്തുക. ആളുകളെ കാളിന്തി അങ്ങോട്ട് ഇങ്ങോട്ടും കിടത്തുക. അങ്ങനെ അച്ഛനെ സഹായിച്ച് അവിടെ കൂടി. കുറച്ച് കഴിഞ്ഞപ്പോൾ പരാശരൻ എന്ന് പറയുന്ന മഹാഋഷി, പരാശര ബ്രാഹ്മണൻ മഹാഋഷി അവിടെ വന്നു. അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. തീർത്ഥചാരി എന്നാണ് അദ്ദേഹത്തെ പറ്റി പറയണം. അദ്ദേഹം ഇങ്ങനെ വന്നപ്പോൾ യമുന കിടക്കണം കാളിന്തി. കടത്തുകാരി അതിസുന്ദരിയാണല്ലോ, കടത്തുകാരി അതിസുന്ദരിയാണല്ലോ. ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജ വിരാജിത മന്ദഗതി. ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജ വിരാജിത മന്ദഗതി എന്നാണല്ലോ, അതിസുന്ദരിയാണല്ലോ. കാട്ടെ, തോണി കയറി. പരാശരൻ മാത്രമേ ഉള്ളൂ. സത്യവതി തുഴഞ്ഞു. സത്യവതി ഇങ്ങനെ തോണി തുഴഞ്ഞ് ഇങ്ങോട്ട് തുഴഞ്ഞു, ഇങ്ങോട്ട് തുഴഞ്ഞു, ഇങ്ങനെ തുഴഞ്ഞ് ഏതാണ്ട് നദിയുടെ മധ്യത്തിലെത്തിയപ്പോൾ പരാശരൻ പറഞ്ഞു, നീ ആരാണ്? അല്ലയോ സുന്ദരി, നീ എന്നെ ഒന്ന് പുൽകുക, നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുക.